والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ഇബാദുർ റഹ്മാന്റെ അഥവാ പരമകാലികനായ അല്ലാഹുവിന്റെ അടിമകൾ, ആ ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചത്. പരമകാലികനായ റബ്ബിന്റെ അടിമകൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നത് മിൻ അസ്വാജിന എന്നതുമായി ബന്ധപ്പെട്ട ഭാഗമാണ്.
അവസാനം പറഞ്ഞ പുസ്തകത്തിലെ കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ തിരക്കില്ല. നമ്മള് പ്രധാനമായും 5 മെസ്സേജാണ് ഈ സൗജി അസുവാജ് മനുഷ്യനെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്ന കാര്യം അള്ളാഹ് ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നു. അപ്പൊ അത് ഇണകളാക്കി സൃഷ്ടിച്ചത് പ്രധാനമായും 5 സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഇണകളിൽ ശത്രുക്കളുണ്ട് എന്ന തിരിച്ചറിവ്. തഗാബുൻ 64:4. 4ാമത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് 5 സന്ദേശങ്ങളാണ് ഖുർആൻ പറയുന്നത്. 4 പറഞ്ഞു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു പ്രാർത്ഥന എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. നിസ്സഹായത ഒരു മനുഷ്യന് ശരിക്കും പ്രകടമാകുന്ന സമയത്താണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇപ്പോ ഒരു വഴിപാടായിട്ട് ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ദുആക്കുന്നു, പണ്ടേ ശീലിച്ചു വന്നു, അതങ്ങനെ ഒരു ദുആയായിട്ട് അങ്ങനെ പോകുന്നു. ഞാൻ അതല്ല പറഞ്ഞത്. മറിച്ച് നമുക്ക് റബ്ബിനോട് ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ, ചോദിക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായി നമ്മൾ പറയുന്ന സന്ദർഭങ്ങളൊക്കെയും നമ്മുടെ കഴിവുകയാണ്. നമ്മുടെ ദുർബലതയും നമ്മുടെ നിസ്സഹായതയും നമുക്ക് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മളത് പറയാം. അപ്പോ ഈ നിസ്സഹായത ബോധ്യപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ വിഷയത്തിലെ പ്രാർത്ഥനകളാകട്ടെ, ആ വിഷയവുമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ബന്ധം ഉണ്ടാകും. ആ കാര്യത്തിൽ നമ്മളിവിടെ ചോദിക്കുന്നത് അസുവാചിന ദുര്യാത്തിന, നമ്മളെ അസുവാചും ദുര്യാത്തുമാണ് ഇവിടെ നമ്മൾ എടുത്തു പറയുന്ന കാര്യം. ഈ അസുവാചിനും ദുര്യാത്തിനും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്നതാണ്. അപ്പൊ ആ കൺകുളിർമ നൽകണമേ എന്ന് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമുക്കതിന് ഉത്തരം കിട്ടാൻ, അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കൺകുളിർമ എന്താണ് എന്നുപോലും അറിയാതെയാണ് പല ആളുകളും ഇതൊക്കെ പ്രാർത്ഥിക്കാറുള്ളത്. റബ്ബനാതിനാ ഫിദ് ദുനിയാ ഹസന എല്ലാവരും പ്രാർത്ഥിക്കും അല്ലെ? റബ്ബനാതിനാ ഫിദ് ദുനിയാ ഹസന എന്ന് പറഞ്ഞാല് ദുനിയാവിന്റെ ഹസനത്തെ, റബ്ബനാതിനാ ഫിദ് ദുനിയാ ഹസന, ദുനിയാവിന്റെ ഹസനത്ത് കൊണ്ട പഠിച്ചോന്നാ പറയാം. എന്തൊക്കെയാണ് ദുനിയാവിന്റെ ഹസനത്ത്? ദുനിയാവ് മുഴുവൻ ഹസനത്താണ് അല്ല. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദുനിയായ التي فيها معاشي. اللهم أصلح لي ديني الذي هو عصمة أمري. رسولنا പ്രാർത്ഥന وأصلح لي دنياي അതാണ് ആതിന ഫിദ് ദുനിയാ ഹസന. ദുനിയായ എന്റെ ദുനിയാവാണ്, അതെനിക്ക് നീ നന്നാക്കിക്കൊണ്ട പഠിച്ചോന്നാണ്. ദുനിയാവ് നന്നാക്കി കിട്ടലാണ് ദുനിയാവിന്റെ ഹസനത്ത്. അൽബഖറയിൽ 200-ാമത്തെ ആയത്തിൽ എന്ന് പറയുന്നു, ജനങ്ങളിൽ ചില ആൾക്കാർ റബ്ബന ആതിന ഫിദ് ദുനിയാ എന്നേ പറയുള്ളൂ, ദുനിയാവ് കൊണ്ട പഠിച്ചോന്നേ പറയുള്ളൂ. അവർക്ക് പരലോകത്ത് ഒന്നുമില്ല, ഒരു ഓഹരിയില്ല. റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസന, ഹസനത്ത് കട്ട് ചെയ്തിട്ടാ പറഞ്ഞത്. അപ്പൊ അതെന്താണ് പല ആൾക്കാരോട് ചോദിച്ചാൽ ആൾക്കാർക്ക് അറിയില്ല. ദുനിയാവ് അങ്ങനെ പ്രാർത്ഥിക്കലുണ്ട്. ദുനിയാവിന്റെ എല്ലാം ഹസനത്തല്ല, അത് എണ്ണി പറഞ്ഞിട്ടുണ്ട് ദുനിയാവിന്റെ ഹസനത്ത് എന്താണ്. ഇതുപോലെ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുരിയാത്തിന എല്ലാവരും പ്രാർത്ഥിക്കും. അതെന്താണ് ആ ചോദിക്കുന്ന കാര്യം എന്ന് പോലും ഒരു പക്ഷെ തിരിച്ചറിയാതെ ചോദിക്കണം. ഇവിടെയാണ് നമ്മൾ ഖുർആനിനെ മറ്റായത്തുകൾ വെച്ചും ഹദീസുകൾ വെച്ചും നമ്മൾ ഇതിനെ തദബ്ബുർ ചെയ്യുന്നത്. അപ്പോൾ സൗജ് അസ്വാജ് ദുര്യാത്ത്
ഇതാണ് നമ്മുടെ അഹ്ല്, ഇതാണ് നമ്മുടെ അഹ്ല്, നമ്മുടെ കുടുംബം. ഖുർആനിൽ 127 സ്ഥലത്ത് ഖുർആനിൽ അഹ്ല് എന്ന വാക്ക് വന്നിട്ടുണ്ട്. അഹ്ല് എന്ന വാക്ക് നമ്മൾ പറയില്ല, നമ്മുടെ അഹ്ലുകാര്, കുടുംബം, ബന്ധുക്കൾ. ഈ അഹ്ല് എന്ന വാക്ക് 127 സ്ഥലത്ത് വന്നപ്പോൾ അല്ലാഹു തആല അത് 11 വിഭാഗത്തെയാക്കി മാറ്റി. 127 സ്ഥലത്ത് അഹ്ല് വന്നപ്പോൾ അത് 11 വിഭാഗമാക്കി മാറ്റി. ആ 11 വിഭാഗത്തിൽ നമ്മുടെ വീട് മുതൽ നമ്മുടെ അയൽപക്കമുള്ള സ്ഥലം അടക്കം, നമ്മുടെ ഗ്രാമം, നമ്മുടെ പട്ടണം, നമ്മുടെ രാജ്യം, ലോകം, അങ്ങനെ സമൂഹം, ചില സമുദായങ്ങൾ, അങ്ങനെ അല്ലാഹു തആല ഈ അഹ്ലിനെ അങ്ങനെ വ്യാപിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എന്നും രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലേ? എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ അഹ്ലി വമാലി. എന്റെ അഹ്ലിൽ എനിക്ക് നീ അഫ്വും ആഫിയത്തും കൊണ്ട പടച്ചോനാണ്. ആ ചോദിക്കുന്ന സാധനം റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ ദിവസം ഞാനൊരു പത്രത്തിലൊക്കെ വന്നൊരു വാർത്ത, പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ഉണ്ടായ, നമ്മളൊക്കെ വായിച്ചൊരു വാർത്ത. ഒരു ഹൈദ്രോസ് മുസ്ലിയാരും അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടില് കസാരയിൽ ഇരുന്ന് മരിച്ച രൂപത്തിൽ കണ്ടെത്തിയതാണ്. അത് അദ്ദേഹം ഒരു 19 വയസ്സുണ്ട്. അയാളുടെ ഭാര്യ, അയാളൊക്കെ കുറച്ച് 2 വയസ്സ് കുറവ്. ഈ ഭാര്യക്ക് കണ്ണു കാണില്ല. കണ്ടു കാണാത്ത സ്ത്രീയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. കഴിഞ്ഞ റമദാന് വരെ അദ്ദേഹം പള്ളിയിൽ സ്ഥിരമായി പള്ളിയിലുണ്ടാവും, ജമാഅത്തിലൊക്കെ ഉണ്ടാവും. റമദാനിന് ശേഷം അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല, പള്ളിയിൽ വന്നിട്ടില്ല. റമദാനിന് ശേഷം ഇപ്പൊ ശവ്വാല് കഴിഞ്ഞ് ഇന്ന് ദുൽഖഅദ് 3. നമ്മുടെ നാട്ടിലെ മാസത്തിന്റെ കണക്കുപ്രകാരത്തിന് ദുൽഖഅദ് 3. ഹജ്ജ് മാസം പിറന്നു. 3ാമത്തെ ദുൽഖഅദും ദുൽഹജ്ജും മുഹറവും ഹജ്ജ് മാസങ്ങൾ. അത് 1ാമത്തെ മാസം പിറന്നു. അപ്പോ ഈ റമദാനിന് ശേഷം അദ്ദേഹത്തിന് ഒരു മാസമായി. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച ആകുന്നേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹത്തെ കാണാതായപ്പോ അയൽവാസികളുടെ കൂടി, പള്ളി കമ്മിറ്റിക്കാരുടെ കൂടി അയൽവാസികളെ കൂട്ടിയിട്ട് ചെന്ന് വീടിന്റെ വാതിൽ ഉടന്ന് അടച്ചിട്ടുണ്ട്. തള്ളി തുറന്ന് ഇവരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, 2 പേർ കസാരയിൽ ഇരുന്ന് മരിച്ചിട്ട് ദിവസങ്ങളായി. പത്രം എഴുതിയത് ശരീരം അഴുകി ശരീരം ഒലിച്ചു പോയി, അഴുകിയിട്ട് വെയിലോട്ട് ചൂടുകൊണ്ട് ഉണങ്ങിപ്പോയിട്ടാണ്. ചൂട് കൊണ്ട് ഉണങ്ങിപ്പോയിട്ടാണ്, അഴുകിയിട്ട്. നമ്മുടെ റോഡുകളൊക്കെ കണ്ടിരിക്കുന്നത്, നായകപ്പട്ടേക്ക് റോഡുകൾ വണ്ടി ഇട്ടിങ്ങാണ്ട് ചെറുതാക്കി കുറച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കിടന്ന് തീർത്ത് വീർത്തിട്ട് റോഡുകൾ ഒഴുകിയിട്ട് പിന്നെ വെയിൽ തട്ടിയിട്ട് ഉണങ്ങലുണ്ട്. ഇതേമാതിരി 2 മനുഷ്യന്മാരെ മയ്യത്ത് കസാരയിൽ ഇരുന്നിട്ട് മരിച്ചു പറ്റും. അപ്പൊ പത്രക്കാരൻ നിഗമനം പറഞ്ഞത്, ആദ്യം ഈ മുസ്ലിം മരിച്ചിട്ടുണ്ടാവും. ആദ്യം മുസ്ലിം മരിച്ചു. പിന്നെ ഈ കണ്ണ് കാണാത്ത ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ബാക്കി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ ഭർത്താവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കിട്ടാതെ ഇവരും മരിച്ചിട്ടുണ്ടാവുന്നതാണ് പത്രം എഴുതിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവരുടെ മക്കളെ പറ്റിയൊന്നും ഇല്ല. മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് പോലും സ്വർഗം കിട്ടില്ല, വാസന പോലും കിട്ടില്ല. എന്ത് ന്യായീകരണം പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആരില്ലെന്ന് വിചാരിച്ചോളി, ആരില്ലാത്തൊരു മുസ്ലിമാൻ വിചാരിച്ചോളി, മരിച്ചാല് ആ മയ്യത്തിനെ മാന്യമായി നോക്കണം, പരിചയിക്കണം. ജീവിച്ചിരിക്കുന്നതല്ല, മരിച്ച മയ്യത്തിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അത് എത്ര വൃത്തിയായിട്ടാണ് സുഗന്ധം പൂശി എങ്ങനെയാണ് ഒരു മയ്യത്തിനെ കൊണ്ടുപോകും മുസ്ലിങ്ങൾ. ഒരു മരിച്ച മയ്യത്തിനെ ഏതൊക്കെ രൂപത്തിലാണ്. ഇത് മരിച്ചിട്ട് ദിവസങ്ങളായിട്ട് അഴുകി ഉണങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. ഈ മക്കൾ ഒരിക്കലും രക്ഷപ്പെടില്ല. അത് എന്ത് കാരണമാവട്ടെ, അവര് പറഞ്ഞ ഈ വ്യാപാരം പറഞ്ഞ് ഞങ്ങളെങ്ങനെ നോക്കുക, ഞങ്ങൾ വിദേശ
പറഞ്ഞത് എനിക്കും എൻ്റെ മക്കളും ഭാര്യയും മക്കളൊക്കെ ഞങ്ങൾക്കില്ലേ കുടുംബമില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഉണ്ടായത് ഈ മാപ്പി ഉണ്ടായതുകൊണ്ടാണ്. ഈ ഉമ്മാനും വാപ്പാനും കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വാപ്പി സ്വന്തം വാപ്പിയൊന്നും കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് എത്ര തന്നെ ആയിരുന്നാലും കോടിക്കണക്കിന് വരുമാനം നിലനിർത്തി കൊണ്ട് ഒഴിവാക്കിയിട്ട് പണിയുമാനും നോക്കാമെന്ന ആൾക്കാരുണ്ട്. ലക്ഷങ്ങളാണ് വരുമാനം, ജോലി, ശമ്പളം, എന്നിട്ട് ഇവിടെ കൊണ്ടാകാൻ പറ്റില്ല. അപ്പൊ അത് മാപ്പാനിമാനെ നോക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കി വന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണത്? കാരണം രക്ഷപ്പെടുക പറ്റുള്ളൂ. അവസാന കാലത്ത് അവരെ ആ രൂപത്തിൽ ശുശ്രൂഷിച്ച് മരുന്ന് കൊടുത്ത് പരിചരിച്ച് ഒക്കെ ചെയ്യേണ്ട ആൾക്കാരാണ്. ഞാൻ പറഞ്ഞൊരു കുടുംബമാണ് ഒരു കുടുംബ വീട്ടിലാണ് ഒരു ഭാര്യ ഭർത്താവ്. ആ ഒരു അവരുടെ ജീവിതം ആത്മഹത്യ ചെയ്യുന്നല്ലോ. ഒരു ആത്മഹത്യ ചെയ്യുന്നല്ല, ഞങ്ങൾ മരിച്ചതാണ് ആ രൂപത്തിലാണ് മരിച്ചത്. ഇത് നമ്മൾ ചിന്തിക്കുക, ഇതൊരു കുടുംബമാണ്, ഒരു വീടാണ്, എന്തെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാകും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവരുടെ അയൽവാസികൾ രക്ഷപ്പെടും. അയൽവാസികൾ രക്ഷപ്പെടും. അയൽവാസികൾ രക്ഷപ്പെടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, പിന്നെ ഈ അയൽവാസികളുള്ള ബാധ്യത ഇങ്ങനെ വസീയത്ത് നബിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. റസൂൽ പറയാ, അങ്ങനെ അവസാനം വസീയത്ത് ഇങ്ങനെ ഇറങ്ങി ആ വസീയത്തിന്റെ ഗൗരവം കണ്ടപ്പോൾ എന്റെ സ്വത്തിന്റെ അവകാശികളിൽ അയൽവാസികളെ കൊടുത്തോ എന്ന് വരെ ഭയപ്പെട്ടു പോയിന്നാണ്. സ്വത്തിന്റെ അവകാശം റസൂൽ പറയുന്നത്. എന്താ പറഞ്ഞ, ഞാൻ മരിച്ചാൽ എന്റെ ചേട്ടന്റെ സ്വത്തിന് അവകാശമില്ല, ഞാൻ മരിച്ച എന്റെ അനുജന്റെ സ്വത്തിന് അവകാശമില്ല, എന്റെ പെങ്ങന്മാർക്ക് എന്റെ സ്വത്തിന് അവകാശമില്ല. എനിക്ക് ഭാര്യയും മക്കളും മാതാപിതാക്കളും ഉള്ളതുകൊണ്ട് എന്റെ ചേട്ടന്മാർക്ക് അനുജന്മാർക്ക് എന്റെ സഹോദരിമാർക്ക് എന്റെ സ്വത്തിന് അവകാശമില്ല. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നാല എന്നിട്ട് പോലും സ്വത്തിന് അവകാശമില്ല. അപ്പം ആ സ്വത്തിന് അവകാശം കൊടുക്കുമായിരുന്നു. ആ അവിടേക്ക് എത്തിയ ആര്? അയൽവാസികൾ. അപ്പൊ ബന്ധങ്ങൾ നോക്കി അവർ രക്ഷപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? നമ്മൾ പറയും നമ്മളെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കും, നമ്മൾ വേറെ നിറച്ച് കഴിച്ചാൽ മുമ്പിനല്ല മുസ്ലിമല്ലാതെ നമ്മൾ ബാധ്യത നമുക്കറിയാം. നമ്മൾ പറയും നമ്മളെ അയൽപക്കത്ത് ഇപ്പോൾ നമ്മളെല്ലാം കഷ്ടപ്പെട്ടുള്ള ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിച്ചിരിക്കുക. സത്യത്തിൽ ഈ സക്കാത്തിനെ പറ്റി പറഞ്ഞെടുത്തൊരു കാര്യമുണ്ട്. എന്താണ് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത്? നമ്മൾ പൈസ കൊടുത്താൽ മാത്രം സക്കാത്ത് കൊള്ളില്ല. ആലോചിച്ചേ, ഇങ്ങനെ നമ്മളെ 2% സക്കാത്ത് ഉണ്ടല്ലോ, ആ സക്കാത്ത് ഒരു ഫക്കീറിന് മിസ്കിന് കൊടുത്തു ചോദിച്ചോളി കൊള്ളില്ല. എന്റെ സക്കാത്തിന് എന്റെ അയൽവാസിയായ ഒരു ഫക്കീർ മിസ്കിൻ അയാൾ അവകാശിയാണെങ്കിൽ ഞാൻ പൈസ കൊണ്ടേ കൊടുത്താൽ എന്റെ സക്കാത്ത് കൊള്ളില്ല. കാരണം ആ പൈസ അവർക്ക് എന്താവില്ല, ആ പൈസ അവർക്ക് ഉപകാരപ്പെടണം. ഉപകാരപ്പെടണമെങ്കിൽ അവരെ പൈസ കൊണ്ടേ കൊടുത്ത് ഇവർക്ക് എന്തിനാ സക്കാത്ത് കൊടുക്കുന്നത്? അടിസ്ഥാന കാര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, ചികിത്സ, അതിനൊക്കെയാണ് സക്കാത്ത്. ചില ആൾക്കാർ ഈ പെൺകുട്ടികളെ കിട്ടിയെങ്കിലും സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം സക്കാത്ത് കൊടുക്കേണ്ടത് അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിട, ചികിത്സ, അതൊക്കെ. അപ്പം ഒരു വീട്ടിൽ നമ്മൾ ആ പൈസ കൊടുത്ത് പോയിട്ട് കഴിയില്ല, അവരെ നോക്കാനാണില്ല, അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കണം. അതുകൂടി അതാണ് സക്കാത്ത് കമ്മിറ്റിന്റെ ഗൗരവം. കമ്മിറ്റി ചെയ്യണം, അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കണം, അവരെ പരിചരിക്കണം, അതിന് ആളെ നിർത്തണം. അത് ഈ കമ്മിറ്റിന് പൈസ കൊടുക്കണം. മനസ്സിലാവുന്നത് പറഞ്ഞത്? പൈസ കൊണ്ടേ കൊടുത്ത് ഒരു സാധനം കൊണ്ടേ കൊടുത്ത് ഒരു വെച്ചുണ്ടാക്കാൻ പറ്റുമോ? വെച്ചുണ്ടാക്കാൻ പറ്റുമോ? ഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ പറ്റുമോ? മരുന്നെടുത്ത് കുടിക്കാൻ കഴിയുമോ? ഒന്നും എത്ര മരുന്നാണ് കൊണ്ടേ കൊടുത്ത് സക്കാത്ത് വിടുമോ? ഇല്ല. മറിച്ച് സക്കാത്തിന്റെ പോലും ഭാഗമാണെന്ത്? അത്തരം ആൾക്കാരെ പരിചരിക്കുക, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുക, ആശുപത്രി കൊണ്ട് അവർ നോക്കാറുണ്ട്. അത് ചെയ്യാത്ത ആ അയൽവാസികൾ ആരും ആ പരലോകത്ത് രക്ഷപ്പെടില്ല, ആരും രക്ഷപ്പെടില്ല. ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബമായി നമ്മൾ ജീവിച്ച് ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ കുടുംബ ജീവിതത്തിന്റെ എല്ലാ സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം.
അത് എങ്ങനെ വേണം എന്നറിയാം. അതാണ് ഇതിൽ അവസാനം വരുന്ന മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞില്ലേ. എന്താ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞാല്? എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളതല്ല. ഇപ്പൊ ഫാഷന് മാറുന്ന ആൾക്കാർ അവർ തീരദേശത്തൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാല് ചെറുപ്പക്കാരൊക്കെ ഈ കൈയൊടിച്ച് പിന്നെ ഉദ്യാസം മറ്റിങ്ങനെ ജീവിച്ച ചെറുപ്പക്കാര് പെട്ടെന്ന് പോലെ മാറും. പിന്നീട് നമ്മളെ കുപ്പാനും ചുപ്പിയും കൂടി താടി തുപ്പിയൊക്കെ വെച്ചിട്ട് രൂപം മാറി കോലം മാറിയിട്ട് ഇങ്ങനെ ഈ തൊലീക്കത്തെ കണ്ടല്ലോ. തൊലീക്കത്തിൽ പലതാണ് അങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു ഈ കോലം മാറിയപ്പോ ആള് മാറി പറ്റുമോ? ഇല്ല. ഈ കോലത്തിലൊന്നല്ല ദീനുള്ളത്. ദീനെ മുത്തഖീമാർക്ക്, അതായത് ദീൻ എന്താണോ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആത്യന്തികമായി മാറണം, ശരിയായ രൂപത്തിൽ മാറണം. എന്നൊക്കെ മാറിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഗോവയില് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം. ഗോവയില് ഒരു എഞ്ചിനീയർ, ഒരു സുബൈർ ഖാൻ എന്നാണ് പേര്. ഒരു സുബൈർ എഞ്ചിനീയറും അയാളുടെ അനുജനും ഉമ്മയും മൂന്നാണ്. അതിൽ ഈ അനുജനും ഈ സുബൈർ ഖാൻ മരിച്ചു. അപ്പൊ പോലീസ് ഇവർ രണ്ടാളും മയ്യത്തെ വീട്ടിൽ പുറത്തിറക്കിയത്. അതിന്റെ കൂട്ടത്തിൽ പുറത്തിറക്കിയത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഇരിക്കാൻ പോലും കഴിയാത്ത അവരുടെ ഉമ്മ ഒരു ഇറുക്കിൽ പോലെ മെലിഞ്ഞുട്ടിയത്. അങ്ങനെ ഇവരുടെ ഭർത്താവിനെ കുട്ടികളെ വാപ്പാൻ, ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ അതിന് സമാനമായി പഠിച്ച ആളാണ്. അവരെ വാപ്പാനെ വിളിച്ചു. അത് വേറൊരു ഖാനാണ്. അയാൾ വിളിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞറിയാം, ഈ എന്റെ ഭാര്യന്റെ ഈ രണ്ട് മക്കളെ കൂടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ പോയി ജീവിക്കുകയാണ്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ദൈവപ്രീതി കിട്ടാൻ, അയാൾ പറഞ്ഞ പോലെ ദൈവപ്രീതി കിട്ടാൻ ഇവർ എന്തും നോമ്പ് കൊടുക്കുന്നത്, വ്രതം ഇട്ടില്ല. വ്രതം ഇട്ടിക്കുന്നത് ഒരു കാരക്ക തിന്നിട്ട്, ഒരൊറ്റ കാരക്ക, ഒരു കാരക്ക മാത്രം ഒരു ദിവസം തിന്നിട്ട് ഇവർ വ്രതം ഇട്ടിക്കുകയാണ് ദൈവപ്രീതി കിട്ടാൻ. എനിക്ക് ഇത് നടക്കാത്തതുകൊണ്ട് ഞാൻ വേറെ പോയി, ഇവർ പറഞ്ഞിട്ട് കേൾക്കണില്ല, അതുകൊണ്ട് ഞാൻ വേറെ പോയിന്ന. അങ്ങനെ ശരീരം പിന്നെ ക്ഷീണിച്ച് എല്ലാം പോയി, എല്ലാ ലാവണ്യവും നഷ്ടപ്പെട്ട് ആരോഗ്യം നശിച്ച് ഈ രണ്ട് ചെറുപ്പക്കാര് മരിച്ചു. മൃതപ്രായമായി മരണാസനയായിട്ടാണ് ഉമ്മാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെയ്തു. ഇത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച വാർത്തയാണ്. ഈ മതം ഒരിക്കലും ഇത്തരം പ്രാകൃതവുമല്ല. ഇതിപ്പോ എന്താണ്, എന്നും നോമ്പ് എടുക്കണം, എന്നും വ്രതമിട്ടിരിക്കണം, വേറെ തിന്മകളൊന്നുമില്ല, എന്നും വ്രതമിട്ടിരിക്കുന്നു, ഒരു കാലത്ത് മാത്രം തിന്നുന്നു. ഇത് അങ്ങനെ തീരുണ്ടോ? അങ്ങനെ ഒരു മതം ഉണ്ടോ? അങ്ങനെ നന്നാകലുണ്ടോ? ഇല്ല. ഇവിടെയാണ് എങ്ങനെ നന്നാവാം. ഇത് ശരിക്കും റബ്ബ് ഈ പ്രകൃതിക്കനുസരിച്ച് നമുക്ക് മനുഷ്യനായ നമ്മളെ പടച്ച റബ്ബ് നമ്മുടെ പ്രകൃതി എന്താണോ ആ പ്രകൃതിക്കനുസരിച്ച കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അത് പഠിക്കണം, മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത് സൗജ് അസുവാജ്, ഇതിന്റെ സന്ദേശം എന്താണ്? ഇപ്പൊ നമ്മൾ അസുവാജിൽ നിന്ന് നമ്മൾ കുറത്തെ അറിവ് പ്രതീക്ഷിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അല്ലാഹു തആല ഖുർആനിൽ സൗജ അസുവാജി എന്ന് പറഞ്ഞത് പ്രധാനമായി 5 സന്ദേശങ്ങൾ മനസ്സിലാക്കാനാണ്. അതിൽ ഒന്നെന്തായിരുന്നു? ഒന്ന് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കാനും അള്ളാഹിനെ കുറിച്ചുള്ള സൂക്ഷ്മതയാണ്. അതിന് അള്ളാഹ് പറഞ്ഞതാണ് ഇണകളാക്കി ശ്രദ്ധിച്ചുള്ള കാര്യം. 2, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്താനാണ്. ഇതൊക്കെ ഖുർആന്റെ ആയത്താണ് ഞാൻ പറഞ്ഞത്. 3ാമത്തെ കാര്യം ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ഇങ്ങനെ നമുക്ക് നമ്മളെ ഭാര്യ ഒരിക്കലും അള്ള പറഞ്ഞൊരു വലിയ സാധനമാണ്, ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ഭർത്താവിന് ഭാര്യയും ഭാര്യ ഭർത്താവിനും ഒരു വലിയ ദൃഷ്ടാന്തമാണ്. എന്നാ പറഞ്ഞത്, ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ 4ാമത്തത്, ഇണകളിൽ ശത്രുക്കളുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. ആ ശത്രുക്കളുണ്ട്, നിങ്ങൾ ജാഗ്രത പാലിക്കണം. ഇണകളിൽ ശത്രുക്കളുണ്ട്, ജാഗ്രത പാലിക്കണം. അപ്പൊ ഇണകളിലെ ശത്രുക്കൾ ആരും? ഭാര്യ ഭർത്താവിന് ശത്രു, ഭർത്താവ് ഭാര്യക്ക് ശത്രു.
അതെങ്ങനെ വരിക? ഫഹ്ദറൂഹും, അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ നന്നായി ജാഗ്രത പാലിക്കണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. എങ്ങനെയാണ് ഈ ഭാര്യ ഭർത്താവ് ശത്രുവുക, ഭർത്താവ് ഭാര്യയ്ക്ക് ശത്രുവുക എന്നുള്ള കാര്യങ്ങൾ. ഇനി ഇതെല്ലാം യോജിച്ചു വരുന്നതാണ് അഞ്ചാമത്തെ കാര്യം. അതെന്താന്ന് ചോദിച്ചാൽ, ഈ സൗജ് അസ്വാജി എന്ന ഈ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. അതാണ് അഞ്ചാമത്തെ സന്ദേശം. ഇതുകൊള്ളും പരലോകത്തേക്ക് തുടരുന്ന പരലോകത്തേക്ക് തുടരുന്ന ഒരു പ്രക്രിയയാകുന്നു. പരലോകത്തേക്ക് തുടരുന്ന ഒരു പ്രക്രിയയാകുന്നു സൗജസ്വാദിന്റെ അഞ്ചാമത്തെ സന്ദേശം. ഇത് വലിയൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ ഇണകൾക്കിടയിലുള്ള ഈ ഒരു പ്രശ്നം, ഒരു സന്തോഷമില്ലായ്മ, കൺകുടുംബമില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാം ഇവിടെ പരിമിതപ്പെടുത്തുന്ന പ്രശ്നമാണ്. ഇങ്ങനെ ഏത് പ്രശ്നങ്ങളും എവിടെയാണ് പരിമിതപ്പെടുത്തുന്നത്? ദുനിയാവിൽ. ഇവിടെ പരിമിതപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തത്. അതേ സമയത്ത് മരണത്തിന് ശേഷം തുടരുന്ന ഒരു പ്രക്രിയയാണ് ഈ ദാമ്പത്യ ജീവിതം, അതുപോലെ തന്നെ ഇണകൾ എന്ന ഒരു കാര്യം ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, അങ്ങനെയുള്ള കാര്യം. ഈ ഫഹ്ദറൂഹും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആഴ്ച വായിച്ച ആ ആയത്ത് അവസാനിക്കുന്നത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് കൊടുക്കാനാണ്. ഫഹ്ദറൂഹും പറഞ്ഞ കാര്യം. അപ്പൊ ഈ വിട്ടുവീഴ്ചയും മാപ്പും ഒക്കെ ഈ കുടുംബ ജീവിതത്തിൽ ഇണകൾക്കിടയിൽ ഉണ്ടാകണമെങ്കിൽ ഇതോടുകൂടി അവസാനിക്കുന്നതാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയാൽ അവിടെയാണ് പ്രശ്നം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒരു പെണ്ണ് അവള് ഭർത്താവിനെ ചെയ്യുന്നത് ഖിദ്മത്താണ്. പ്രധാനമായി മനസ്സിലാക്കണം. അത് ഒരിക്കലും അവളെ അവകാശമല്ല. നമുക്ക് വസ്ത്രം അടക്കി തരിക, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക, പിന്നെ നമ്മളെ കുട്ടികളെ നോക്കുക, കുട്ടികളെ വളർത്തേണ്ട വീട് നോക്കുക, ഇതൊന്നും ഒരു പെണ്ണിന് അല്ലാഹു ബാധ്യതയായിട്ട് പറഞ്ഞിട്ടില്ല. ശരിക്കും മനസ്സിലാക്കണം. ചെയ്യുന്നു, അതെന്താണ്? ഖിദ്മത്താണ്. എന്താണ് ഖിദ്മത്താണ്? സേവനമാണ്. സേവനത്തിന് അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കാത്തത്? മാസത്തില് പൈസ കൊടുക്കാൻ അവർ ചെയ്യുന്നത് എന്താണ്? ഖിദ്മത്താണ്, സേവനമാണ്. ഇത് മനസ്സിലാക്കിയ ഒരു പെണ്ണ് ഒരിക്കലും ജീവിതത്തിൽ എടുത്ത് പറയില്ല. ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളാരെങ്കിലും ഇപ്പൊ ഹജ്ജ് കമ്മിറ്റി പോയി ഖിദ്മത്ത് ചെയ്ത എത്രയോ ആൾക്കാരില്ലേ? എത്രയോ പാവങ്ങൾ ഈ പേരുപാലിപ്പിക്കാനുള്ള പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരില്ലേ? എത്രയോ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്ന ആൾക്കാരില്ലേ? ആരെങ്കിലും ഈ ചെയ്തതെടുത്ത് പറയോ? പറയില്ല. അപ്പൊ ചില ഭാര്യമാര് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എടുത്ത് പറയുന്നു. എന്തുകൊണ്ട് എടുത്ത് പറയുന്നു? അവിടെയാണ് അത് ഖിദ്മത്താണ് എന്ന് പെണ്ണ് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ചെയ്തൊന്നും ആ പെണ്ണെടുത്ത് പറയില്ല. ഞങ്ങളെ മക്കളെ നോക്കിയില്ലെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കാര്യത്തില്ല, ഞാൻ അങ്ങനെ നോക്കണില്ലേ, ഇതൊന്നും ഒരു പെണ്ണ് പറയില്ല. കാരണം അത് ആ പെണ്ണ് ചെയ്യുന്ന ഖിദ്മത്താണ്, സേവനമാണ്. അപ്പൊ അവിടെ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തന്നത് ആ പെണ്ണ് മരണത്തിന് ശേഷം കൂലി കിട്ടാനാണ്. നമ്മളെ സന്തോഷിപ്പിച്ചത് അവൾക്ക് കൂലി കിട്ടാനാണ്. നമ്മളെ സമാധാനിപ്പിച്ചത് പരലോകത്ത് കൂലി കിട്ടാനാണ്. ആയിഷ റളിയല്ലാഹു തആല ഖദീജ ബീവി നബിയെ ആശ്വസിപ്പിച്ച് പറഞ്ഞ വാക്കില്ലേ, ഇണകൾ ഭാര്യ കണ്ട് ഭർത്താവ് അങ്ങോട്ടും രണ്ടുണ്ട്, ഒന്നും ഒരു എന്നിട്ട് മാത്രം പറയണ്ട, അങ്ങോട്ടും കൂടി ചേർത്താൽ എന്താ പറഞ്ഞത്? നിങ്ങളെ പടച്ചോൻ കൈവിടില്ല. എന്താ ഹജാബി പറഞ്ഞത്? പടച്ചോങ്ങളെ കൈവിടില്ല. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നു, അനാഥകളെ സംരക്ഷിക്കുന്നു, വിധവകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നു,
നിങ്ങൾ അത് കൈവിടില്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന, അപ്പൊ നമ്മൾ ഭാര്യ ഭർത്താവിനാവട്ടെ ഭർത്താവ് ഭാര്യക്കാവട്ടെ ചെയ്യുന്നത് ഹിദ്മത്താണ്, സേവനമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? റബ്ബിലേക്ക് പരലോകത്ത് കൂലി കിട്ടാനാണ്. അതുകൊണ്ട് അതിന്റെ കുറവുകളും ആധിക്യവും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു പെണ്ണ് പരാതിയായിട്ട് പറയില്ല. അപ്പൊ പ്രശ്നം തീർന്നോ? പരലോകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പറഞ്ഞു, ഒരു രാത്രി ഭർത്താവ് സങ്കടപ്പെട്ട് കിടന്നുറങ്ങി, ഒരു രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നു, ഒരു രാത്രി മനസ്സ് വേദനിച്ചു, അങ്ങനെ കിടന്നുറങ്ങി. പുലരുന്നത് വരെ മലക്കുകളുടെ ശാപം. മലക്കുകളുടെ ശാപം ആരുടെ ശാപാണ്? അള്ളാഹുവിന്റെ ശാപമാണ്. അങ്ങനെ മരിച്ചു പോയെങ്കിലും, അങ്ങനെയാണ് മരിച്ചതെങ്കിലും വളരെ ഗൗരവമുള്ള നിസ്സാരമായ കാര്യമില്ല. ഈ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അസുവാദിന ദുര്യാദിന പൂർണ്ണത്തറാവുകയും അത് കിട്ടണമെങ്കിൽ ഈ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. കേവലം ഒരു പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ, ഒന്നും പ്രവർത്തിക്കാതെ, ഒന്നും മനസ്സിലാക്കാതെ ചില അറബി വാചകങ്ങൾ കൈ ഉയർത്തി പറഞ്ഞാൽ കിട്ടുന്ന കാര്യമല്ലത്. അത് നമ്മൾ അതിനനുസരിച്ച് മനസ്സിലാക്കിയാണ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് വന്നു ചേരും. ഈ കൺകുടുംബ സമാധാനവും സന്തോഷവും വന്നു ചേരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്ത് പറയാ, ഈ ഒരു വിഷയത്തിലുള്ള ആവലാതി വേവലാതി ആക്ഷേപങ്ങളും പരസ്പരം രണ്ടാളും പറയില്ല. ഒരു പെണ്ണ് ഒരുപാട് യാത്ര പോയി ഭർത്താവിന്റെ കൂടെ, ഒരുപാട് സഞ്ചരിച്ചു, ഒരുപാട് കാലം ജീവിച്ചു, ഒരുപാട് യാത്രകൾ പോയി. ഇനി അവസാനം ആ പെണ്ണിന്റെ യാത്ര തിരിച്ചില്ലാത്ത ഒറ്റയ്ക്കുള്ള ഒരു യാത്ര പോവാണ്. അതാണ് റസൂൽ പറയാണ്, ആ പോണത് ഭർത്താവിന്റെ തൃപ്തിയോട് കൂടിയാണെങ്കിൽ. എന്താ പറഞ്ഞ മനസ്സിലായത്? ഭർത്താവിന്റെ തൃപ്തി ഇല്ലാതെ ഒരു യാത്രയും ആ പെണ്ണ് നേരെ പോയിട്ടില്ല. ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ ഒരു കാര്യവും ആ പെണ്ണ് നേരെ ചെയ്തിട്ടില്ല. സുന്നത്ത് നോമ്പടക്കം നോക്കണമെങ്കിൽ എന്ത് വേണം? ഭർത്താവിന്റെ സമ്മതം വേണം. നല്ല സുന്നത്ത് പോലെ നോക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കാൻ പറഞ്ഞത് വളരെ വലിയ ആശയമാണ്. അങ്ങനെ ജീവിത യാത്രയിൽ മുഴുവനും ഭർത്താവിന്റെ തൃപ്തി മാത്രം കിട്ടിയ ഒരു പെണ്ണ് ദഹനത്തിൽ തന്നെ ആ പെണ്ണിന് കിട്ടിയത് ആ തൃപ്തിയാണ് പുറത്തായി. അങ്ങനെയാണ് ജീവിച്ചത്. ആ ജീവിതം മുഴുവൻ അങ്ങനെ പോയി അവസാനത്തെ പരലോകത്തേക്കുള്ള യാത്രയിലും എന്ത് തുടരുന്നു? ഈ തൃപ്തി, ഭർത്താവിന്റെ തൃപ്തിയിലുള്ള യാത്ര, തൃപ്തിയോടുകൂടി അങ്ങനെ ജീവിച്ചിട്ടാണ് ഈ പെണ്ണ് മരിച്ചതെങ്കിൽ അവൾക്കാണ് സ്വർഗം. പരസ്പരം സംതൃപ്തിപ്പെടാൻ ഇടകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം സംതൃപ്തിപ്പെടാൻ. ഇനി ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ്, ആ പെണ്ണിന് തന്റെ ജീവിതത്തിൽ നൽകിയതൊക്കെയും കുറേയൊന്നും കൊടുക്കാൻ പറ്റില്ല. ദുനിയാവ് പരിമിതമാണ്, ശമ്പളം പരിമിതമാണ്, ജോലി പരിമിതമാണ്, സൗകര്യങ്ങൾ പരിമിതമാണ്. പക്ഷേ ഏത് പരിമിതാവസ്ഥയിലും ഒരു ആണിനും പെണ്ണിനും കൊടുക്കാൻ പറ്റിയ കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം മനസ്സമാധാനം. നിർഭയത്വവും സമാധാനം ഒന്നാമതായി കൊടുക്കേണ്ടത്. ആ നിർഭയത്വവും സമാധാനം തന്നെയാണ്. അതാണ് നല്ല വാക്ക്, നല്ല പെരുമാറ്റം. മനസ്സ് വേദനിപ്പിക്കുന്ന ചീത്ത പറയരുത്, സങ്കടപ്പെടുത്തരുത്. ആര് പറയാ? നമ്മളൊന്നും മാറി ഒരു പെണ്ണിന്റെ പ്രകൃതി പറഞ്ഞാൽ ഒരുപാട് വാരി വലിച്ച് തിന്ന, ഒരുപാട് വിഭിന്നമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണം, അതൊന്നും ഒരു പെണ്ണിന് അങ്ങനെ ഉണ്ടാവില്ല. ഈ നോമ്പ് ഒരിക്കലും സാധാരണ സുന്നത്ത് ആൾക്കാർ പെണ്ണുകളെ കൂടുതലൊക്കെ സുന്നത്തോമ്പിന്റെ കാര്യത്തിൽ ആ പെണ്ണ മുന്നിൽ സ്ത്രീകളാണ്. അവർക്കറിയില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ബാക്കിയൊന്നും അവർക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ എന്നറിയോ, അവർ പെട്ടെന്ന് തളർന്നു പോകുന്നത് നമ്മളെ മുഖം ഒന്ന് കറുത്താൽ, നമ്മളെ മുഖം ഒന്ന് ചുവന്നാൽ, നമ്മുടെ ശബ്ദം ഒന്ന് ഉയർന്നാൽ അവരാകെ ഡൗണായി പോകും, മനസ്സ് സങ്കടപ്പെട്ടു പോകും. റസൂൽ പറയാൻ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്, അന്യായമായി ചീത്ത പറയരുത്. ഇത്
ഒരു ഭർത്താവ് കൊടുക്കുന്നത് എന്തിനനുസരിച്ചാണ് കുളത്തതിനായിട്ടാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മരണത്തിന് ശേഷം ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഈ ചിന്ത വേണം. അതാണ് അഞ്ചാമത്തെ സന്ദേശം. അപ്പൊ ഇത് എവിടേക്ക് കൂടി തുടരണം? പരലോകത്തേക്ക് കൂടി തുടരുന്ന പ്രക്രിയയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് 2 ആയത്ത് നമുക്ക് 3 ആയത്താണ് പരിശോധിക്കാനുള്ളത്. അതിൽ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് സൂറത്ത് ഇതന്നെ യാസീനാണ്. അവരും അവിടെ ഇണകളും സ്വർഗത്തിലെ താലികളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും, സന്തോഷം കൊള്ളുന്നവരായിരിക്കും. നിങ്ങളാലോചിക്കൂടി, ഒരു യാത്രയിൽ ഒരു വളരെ സന്തോഷത്തോടെ ഒരു യാത്ര പോകുന്നു. ആ യാത്ര പോയിട്ട് അവിടെ സ്ഥലങ്ങളൊക്കെ കാണുന്നു, അതിന്റെ തണലുകളിലൊക്കെ ചാരിയിരിക്കുന്നു. ആ ഒരു സന്തോഷം നോക്കി നിങ്ങൾ, ആ ഒരു സന്തോഷവും സമാധാനവും നോക്കി നിങ്ങൾ, മനസ്സിന്റെ കണ്ണിനെ കുളിർമ നോക്കി അല്ലാഹു എടുത്ത് പറയാം. ഇനി 2:25 എഴുതിയാൽ മതി, വായിക്കണ്ട. യാസീനായത് നമ്മളൊന്ന് നോക്കിയാൽ മതി. നമ്പറിൽ നോക്കിയാൽ മതി. നമ്പർ ഞാൻ ഇനി നിങ്ങൾ എഴുതേണ്ടത് 2:25 43 70. ഇതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 2:25 2:25 43 70. 2:25 43 70. ഞാൻ കേൾപ്പിക്കാം, പിന്നെ മറിച്ച് നോക്കിയാൽ മതി. അൽബഖറയിലെ 25-ാമത്തെ ആയത്തുള്ള പറയുന്നത് ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ ഹും ഫീഹാ ഖാലിദൂൻ. ആ സ്വർഗ്ഗത്തിൽ അസ്വാജുൻ മുതഹ്ഹറ, പരിശുദ്ധകളായ ഇണകൾ അവർക്ക് ഉണ്ടായിരിക്കുന്ന പരിശുദ്ധകളായ ഇണകൾ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ നിലക്കും ഒരു ഇണയിൽ നിന്ന് കിട്ടേണ്ടത് എന്തൊക്കെയാണോ അത് മുഴുവനും കിട്ടുന്ന ഒരു ഇണ അവർക്ക് സ്വർഗത്തിലുണ്ടായിരിക്കും. ഇനി 43:70 അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി പറയുമ്പോൾ അല്ലാഹു പറയുന്നത് ഉദ്ഖുലുൽ ജന്ന, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടന്നോളി. അൻതും അസ്വാജുഹും, നിങ്ങളും നിങ്ങളെ ഇണകളും സ്വർഗത്തിലേക്ക് കടന്നു. സന്തോഷഭരിതരായിക്കൊണ്ട്, സന്തോഷഭരിതരായിക്കൊണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഗുണത്തായി ചോദിക്കുമ്പോൾ എന്തൊരു സന്തോഷവും സമാധാനമാണോ ചോദിക്കുന്നത്, അത് മുഴുവനായി കിട്ടിയ അവസ്ഥയിൽ നിങ്ങൾ എവിടെ കടന്നോളൂ? സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അല്ലാഹു പറയുന്നതാണ്. ശരി, അപ്പോ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും മനസ്സിലായത്? ഇവിടെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഭാര്യയ്ക്ക് രോഗമാണ്, ഭർത്താവിന് രോഗമാണ്, ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി, മക്കൾ മരണപ്പെട്ടു പോയി, കുടുംബങ്ങളിൽ പലരും മരണപ്പെട്ടു പോയി. ഇങ്ങനെ ഒരുപാട് വേദനകൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന്റെ അർത്ഥം പിന്നെ അവർക്കൊന്നും പുറത്ത് ആയി കിട്ടിയിട്ടില്ല ആണോ? എന്നും ഇപ്പോൾ ഞാൻ കണ്ണൂരിൽ ഒരു ലേണിംഗ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടെ ആ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട പഠിതാവിന്റെ സംഘാടകനാണ്. അദ്ദേഹം ഒന്നിടവിട്ട ദിവസങ്ങളിൽ വയസ്സായ സ്വന്തം വാഹനം ഓടിച്ചിട്ടാണ് എന്നും ഡയാലിസിസിന് വേണ്ടി ഭാര്യനെ കൂട്ടുക, എന്നും ഡയാലിസിസിന് വേണ്ടി കൂട്ടുക, ഭാര്യനെ കൂട്ടുക, എന്നും കൊണ്ടുപോയി. നിങ്ങൾ ആലോചിക്കുക മനുഷ്യന്റെ ജീവിതം. ഒന്നരാമത്തെ ദിവസങ്ങളൊക്കെ അദ്ദേഹം ഭാര്യനെ കൊണ്ടുപോയിട്ട് ഡയാലിസിസ്. എന്നിട്ട് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരീരത്തിൽ വേറെ കുറെ നീര് വരണം, നീര് വന്നിട്ട് ചില പൊട്ടിപ്പോണതും, എന്നിട്ട് അവിടെ ഇങ്ങനെ മുറി വന്നിട്ട് അപ്പം അതൊന്നും പിന്നെ വൃത്തിയാക്കാനും അത് പിന്നെ ശുശ്രൂഷിക്കാനും ഒന്നും ഇയാളുടെ വേറെ ആരുമില്ല. ഈ ഭാര്യനെ ഇങ്ങനെ കൊണ്ടെടുക്കണം മനുഷ്യൻ. അപ്പൊ ഈ വ്യക്തിക്ക് ഈ ഭാര്യനെ കൊണ്ട് ഒരു കുടുംബത്തെ ആയുധം കിട്ടിയില്ലാതാണോ? ആണോ? അല്ല, അതല്ല കുടുംബത്തെ ആയുധം. മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു ആവലാതി പറയാതെ അങ്ങനെ ആ ഭാര്യയ്ക്ക് വേണ്ടി സേവനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചുപോയാൽ അയാൾക്ക് അല്ലാഹു തആല സ്വർഗവും ആ സ്വർഗത്തിലേക്ക് ഇണകളെ ചേർത്ത് കൊടുക്കും.
മനസ്സിലാക്കി പറഞ്ഞ് ഇനി നേരെ പുറത്തുണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ ഒരു സമാധാനം കിട്ടാത്ത പഴയ സ്ത്രീകൾക്ക് കല്യാണം 13-ാമത്തെ 14-ാമത്തെ വയസ്സിൽ തന്നെ കെട്ടിക്കൊണ്ടുവന്നതാണ്. കുട്ടികളാക്കിയിട്ട് പറഞ്ഞിട്ട് കുട്ടികളായി സന്തോഷം കിട്ടിയിട്ടില്ല, സമാധാനം കിട്ടിയിട്ടില്ല. ഞാൻ ഭർത്താവിൽ മക്കളിൽ ഇങ്ങനെ നോക്കി ജീവിക്കുകയായിരുന്നു. ഒരിക്കലും അത് സമാധാനം സന്തോഷം കിട്ടാത്തതല്ല. ഈ ഭർത്താവിന് ചെയ്ത ഹിമ്മത്തും ആ ഭർത്താവിന്റെ മക്കളെ നോക്കിയതൊക്കെ മരണത്തോടുകൂടി കിട്ടാൻ പോവാണ്. സമ്പാദ്യമാണ്, അതിന്റെ കൂലി കിട്ടാൻ പോവാണ്. അത് സമ്പാദ്യമാണ്. മനസ്സിലാക്കോ? അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിലല്ല എന്തുള്ളത് ഈ ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, മറിച്ച് ഖുർആൻ അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചോളി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ ഒന്ന് തെറ്റിപ്പെട്ടിട്ട് അള്ളാഹു വിട്ടുകൊടുത്ത് മഹാദിക്കട്ടെ. മരണപ്പെട്ടു പോയപ്പോൾ അള്ളാഹു മക്കളത്തോ മരണത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ കലാപം പഠിക്കാൻ വേണ്ടി ഈ വന്നിരുന്നതിന്റെ പ്രതിഫലം ഒട്ടും കുറഞ്ഞു പോകാതെ പൂർണ്ണമായും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹിന്റെ കലാപം പഠിക്കാനുള്ള ഈ ഇഷ്ടവും സ്നേഹവും അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള ഈ താല്പര്യവും നാളെ പരലോകത്തേക്കുള്ള വലിയ സമ്പാദ്യമായി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. മരണം വരെ ഇത് നിലനിർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഇതിന്റെ തടസ്സങ്ങളിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.